ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 26, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. മാൽദീവ്സിൽ ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി എന്ന റെക്കോർഡ് സൃഷ്ടിച്ചു. നാസയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിഷൻ ആണ്, അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് ഡിഫൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പുതിയൊരു മിഷൻ നാസ ആരംഭിച്ചു. ഇന്ത്യ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ULPGM V3 എന്ന മിസൈൽ പരീക്ഷിച്ചു. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ബിൽഡിംഗ് ഇൻ ദി മാൽദീവ്സ് വാസ് ഇനോഗ്രേറ്റഡ്. മാൽദീവിലെ പ്രതിരോധ മന്ത്രാലയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 25 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും മാൽദീവ് പ്രസിഡന്റും സംയുക്തമായി മാൽദീവിലെ ഏത് ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രതിരോധ മന്ത്രാലയം കെട്ടിടം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു കെട്ടിടമാണ് മാൽദീവ്സിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജൂലൈ 25, അതായത് ഇന്നലെ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മുയിസ് ആണ് ഈ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മാൽദീവ്സ് എന്ന ആ ഒരു രാജ്യത്ത് ഇന്ത്യയുടെ ഡിഫൻസ് ഒന്നുകൂടി നമ്മൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് മാൽദീവ്സ് എന്ന് പറയുന്ന ഐലൻഡ്. അവിടെ ചൈന ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ്, ഇന്ത്യയുടെ സ്വാധീനം വളരെയധികം ഹൈ ലെവലിലായതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് നല്ലൊരു പവർ ആണ് മാൽദീവ്സിൽ ഉള്ളത്. നേരത്തെ മുതൽ ഇന്ത്യക്ക് നല്ലൊരു ബന്ധമാണ് മാൽദീവ്സ് ആയിട്ട് ഉണ്ടായിരുന്നതെങ്കിലും ഇടക്കാലത്ത്, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മാൽദീവ്സിന്റെ മുഹമ്മദ് മൊയ്സ്, അദ്ദേഹം പ്രസിഡന്റ് ആയിക്കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ട് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ നല്ലൊരു ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു ബിൽഡിംഗ് ഇപ്പോൾ മാൽദീവ്സിൽ ജൂലൈ 25 അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ മാൽദീവ്സ് സന്ദർശിച്ച തീയതി 2025 ജൂലൈ 25. 2025 ജൂലൈ 23 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി UK സന്ദർശിച്ചു. 2 ദിവസം UK ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജൂലൈ 25 മാൽദീവ്സിലെത്തി. ഈ ഒരു വേളയിലാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ബിൽഡിംഗ് മാൽദീവ്സിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മാൽദീവ്സിന്റെ 60ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ആരാണ് വിശിഷ്ടാതിഥി? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ജൂലൈ 26 മാൽദീവ്സിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതായത് 1965 ജൂലൈ 26 മാൽദീവ്സ് ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് മാറിയിട്ടുള്ളത്. UK ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിലാണ് മാൽദീവ്സിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് ജൂലൈ 26 മാൽദീവ്സിന്റെ ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് 60ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് മാൽദീവ്സിൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മാൽദീവ്സിന്റെ വിശിഷ്ടാതിഥിയാകുന്നത്. ഗസ്റ്റ് ഓഫ് ഹോണർ, ദ 16th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഓഫ് ദി മാൽദീവ്സ്. ഒരു പ്രധാന പങ്കാളിത്ത പദ്ധതിയായ വിഷൻ 2035 ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ളതാണ്? യുണൈറ്റഡ് കിങ്ഡം. UK, മാൽദീവ്സ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജൂലൈ 23 മുതൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് UK നടന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ് വിഷൻ 2035. ഇത് UKയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വിഷൻ ആണ് വിഷൻ 2035. 2025 ജൂലൈ 24 ഒപ്പുവെച്ച ഇന്ത്യയും UKയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം എത്രയായിരിക്കും? $34 ബില്യൺ. $34 ബില്യൺ വാർഷിക ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇന്ത്യയും UKയും തമ്മിലുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഈ ഒരു സന്ദർശന വേളയിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയും UKയും തമ്മിലുള്ള ആ ഒരു കരാർ പ്രകാരം നിരവധി തൊഴിൽ അവസരങ്ങളാണ് ഇനി UKയിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് ഇന്ത്യൻസിന് വളരെയധികം സഹായം ആകുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും. കൂടാതെ തന്നെ പല താരിഫുകളും അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് മരുന്ന്, അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, കെമിക്കൽ പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽസ് എന്നിവയെല്ലാം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടിങ് വളരെയധികം റേറ്റ് കുറച്ചും ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടേക്കുള്ള റേറ്റ് വളരെ കുറയും. ഈ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് 2025 ജൂലൈ 24 $34 ബില്യൺ ഒരു കരാർ ആണ് ആനുവലി അത് നടത്താൻ പോകുന്നത് ഇന്ത്യയും UKയും തമ്മിൽ. നിലവിലെ UK പ്രധാനമന്ത്രി ആരാണ്?
കെയർ സ്റ്റാർമർ. കെയർ സ്റ്റാർമർ ആയിട്ടുള്ള കരാർ ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും നടത്തിയിട്ടുള്ളത്. അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന ഒരു കരാർ ആണ് UK ആയിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ മോദി ബിക്കംസ് ദി സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഇൻ കോൺസിക്യൂട്ടീവ് ടേംസ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പ്രധാനമന്ത്രിയുടെ റെക്കോർഡ് മറികടന്നു? തുടർച്ചയായി ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി. അതായത് തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ, അത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. എന്നാൽ ആ ഒരു ദിവസം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് തുടർച്ചയായിട്ട് ഭരിക്കുന്ന രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി അത് മറികടന്നിട്ടുള്ളത്. തുടർച്ചയായി ഇന്ദിരാഗാന്ധി എത്ര ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു? 4077 ദിവസം. അതായത് തുടർച്ചയായിട്ട് ഭരിക്കുക എന്ന ഒരു റെക്കോർഡ് അത് ഏറ്റവും കൂടുതൽ കാലം ജവഹർലാൽ നെഹ്റുവിനായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി. 4077 ദിവസമാണ് ഇന്ദിരാഗാന്ധി ഭരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ 4078 ദിവസം എന്ന ആ ഒരു ദിനത്തിലേക്ക് എത്തി. ഇതിലൂടെ തന്നെ രണ്ടാമത്തെ ഒരു വ്യക്തിയായി തുടർച്ചയായിട്ട് ഭരിക്കുന്ന രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധി എത്ര ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സേവനമനുഷ്ഠിച്ചു? 15 വർഷം 350 ദിവസം. അതായത് തുടർച്ചയായിട്ടല്ല, ഇടക്കാലത്ത് ഇന്ദിരാഗാന്ധി മാറി. ആകെയുള്ള ദിവസങ്ങൾ നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി 15 വർഷം 350 ദിവസം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുക്ക് ശേഷം ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ തുടർച്ചയായിട്ട് ഭരിക്കുന്ന എന്ന ഒരു റെക്കോർഡ് ഇപ്പോൾ രണ്ടാമത്തെ വ്യക്തി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്ന് നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയായി മാറിയ തീയതി ഏത്? 2025 ജൂലൈ 25. ജൂലൈ 25 ഇന്നലെ 4078 ദിവസം ആയി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക്. ഇതിലൂടെ തന്നെ രണ്ടാമത്തെ വ്യക്തിയായിട്ട് മാറി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന വ്യക്തി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് നാസ ലോഞ്ചസ് ട്രേസസ് മിഷൻ ടു സ്റ്റഡി എർത്ത് മാഗ്നറ്റിക് ഡിഫൻസ്. ഭൂമിയുടെ കാന്തിക പ്രതിരോധത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ ട്രേസസ് ദൗത്യം ആരംഭിച്ചു. അതായത് ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഡിഫൻസ് ഉണ്ട്. സ്പേസിലുണ്ടാകുന്ന ഓരോ കാലാവസ്ഥയും അതിനെ ഡിഫൻസ് ചെയ്യാനുള്ള, പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ഭൂമിക്കുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മിഷൻ ആണ് ട്രേസസ് എന്ന മിഷൻ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഭൂമിയുടെ കാന്തിക കവചത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിന്റെ പേരെന്താണ്? ട്രേസസ്. ട്രേസസ് എന്ന ആ ഒരു ദൗത്യമാണ്, മിഷൻ ആണ് നാസയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് ഷീൽഡിനെ കുറിച്ച്, ആ ഒരു കാന്തിക കവചത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മിഷൻ ആണ് നാസയുടെ ട്രേസസ്. ഇനി ട്രേസസ് എന്താണെന്ന് അതിന്റെ ഫുൾ ഫോം നോക്കാം. ടാൻഡം റീകണക്ഷൻ ആൻഡ് കസ്പ് ഇലക്ട്രോഡൈനാമിക്സ് റെക്കഗ്നൈസേഷൻ സാറ്റലൈറ്റ് ട്രേസസ് ലോഞ്ച്ഡ് ഓൺ വിച്ച് ഡേറ്റ്? 23 ജൂലൈ 2025. ട്രേസസ് എന്നാൽ ടാൻഡം റീകണക്ഷൻ ആൻഡ് കസ്പ് ഇലക്ട്രോഡൈനാമിക്സ് റെക്കഗ്നൈസേഷൻ സാറ്റലൈറ്റ്. ഇതാണ് ഭൂമിയുടെ ആ ഒരു കാന്തികവലയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ജൂലൈ 23 നാസ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുതിയ മിഷൻ. ഭൂമിയുടെ കാന്തിക കവചം നമ്മുടെ ഗ്രഹത്തെ ബഹിരാകാശ കാലാവസ്ഥയുടെ ഫലങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് ഏത് ബഹിരാകാശ പേടകം പഠിക്കും? ട്രേസസ്. ട്രേസസ് എന്ന ഒരു പേടകമാണ് ഭൂമിയിൽ, അതായത് സ്പേസ് വെതേഴ്സ്, അത് ബഹിരാകാശ കാലാവസ്ഥകൾ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്തിട്ട് അതിനെ പ്രതിരോധിക്കുന്ന ആ ഭൂമിയുടെ ആ കവചത്തെക്കുറിച്ച്, ആ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഷീൽഡിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മിഷൻ നടപ്പിലാക്കുന്ന നാസയുടെ ട്രേസേഴ്സ് ആണ് ഇനി ഈ ഒരു കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ബഹിരാകാശം നടക്കുന്ന ആ ഒരു കാലാവസ്ഥ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഭൂമി നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു, ആ ഒരു മാഗ്നറ്റിക് ഷീൽഡ് എന്നാണ്. അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ട്രേസസ് എന്ന പുതിയ, അതായത് ടാൻഡം റീകണക്ഷൻ ആൻഡ് കസ്പ് ഇലക്ട്രോഡൈനാമിക്സ് റെക്കഗ്നൈസേഷൻ സാറ്റലൈറ്റ് ഇത് പഠിക്കാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് DRDO
successfully test fires drone launched missile ULPGM-V3. ഡ്രോൺ വിക്ഷേപിച്ച മിസൈൽ ULPGM-V3 DRDO വിജയകരമായി പരീക്ഷിച്ചു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് DRDO നടത്തിയിട്ടുള്ള ഡ്രോൺ വഴി നടത്തിയിട്ടുള്ള മിസൈലിന്റെ പരീക്ഷണം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 25 DRDO വിജയകരമായി പരീക്ഷിച്ച ഡ്രോൺ വിക്ഷേപിച്ച പ്രിസിഷൻ ഗൈഡഡ് മിസൈലിന്റെ പേരെന്താണ്? ULPGM-V3. 2025 ജൂലൈ 25 ഇന്നലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു മിസൈലിന്റെ പരീക്ഷണം നടത്തി. ഈ ഒരു പരീക്ഷണം DRDOയുടെ ലേറ്റസ്റ്റ് ആയി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോൺ വഴിയുള്ള പരീക്ഷണമായിരുന്നു. ഈ ഒരു മിസൈലിന്റെ പേരാണ് ULPGM-V3. അതായത് അൺമാൻഡ് ലോഞ്ച് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ -V3 എന്ന് പറയുന്ന ഒരു മിസൈൽ ആണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൃത്യമായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക്, ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. 2025 ജൂലൈ 25 ഇന്ത്യ ആളില്ലാ ആകാശവാഹനം വിക്ഷേപിച്ച പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ പരീക്ഷിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ കുർണൂലിലുള്ള നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ച്. ആന്ധ്രാപ്രദേശിൽ കുർണൂൽ എന്ന ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു റേഞ്ച് ആണ് നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ച്. ഇവിടെ വെച്ചാണ് ജൂലൈ 25 ULPGM, അതായത് ഡ്രോൺ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ, അതിന്റെ വളരെ വിജയകരമായിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. 2025 ജൂലൈ 25 ആന്ധ്രാപ്രദേശിലെ കുർണൂലിലുള്ള നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചതിനെ കുറിച്ച് ആരാണ് അറിയിച്ചത്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO നടത്തിയിട്ടുള്ള ULPGM-V3 എന്ന ആ ഒരു മിസൈൽ സിസ്റ്റത്തെക്കുറിച്ച് സമൂഹത്തെ അറിയിച്ചിട്ടുള്ള ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ജൂലൈ 25 ഈ ഒരു കാര്യം, അതായത് ഒരു പരീക്ഷണം നടത്തിയതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തിറക്കിയിട്ടുള്ളത്. അത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, ഡോക്ലാം ടു ഓപ്പൺ ഫോർ ടൂറിസ്റ്റ്. ഡോക്ലാം വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കും. 2017 അതായത് 8 വർഷം മുമ്പാണ് ഡോക്ലാം എന്ന ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇന്ത്യ ഗവൺമെന്റ് നിർത്തലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, അതായത് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്, ഡോക്ലാം അത് ടൂറിസ്റ്റുകൾക്ക് ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്ന കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 8 വർഷത്തിന് ശേഷം വിനോദസഞ്ചാരികൾക്കായി തുറക്കാൻ പോകുന്ന ഡോക്ലാം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? സിക്കിം. സിക്കിം സംസ്ഥാനത്താണ് ഡോക്ലാം എന്ന ടൂറിസ്റ്റ് പ്ലേസ്. ഇത് 8 വർഷത്തിന് ശേഷം ഇന്ത്യ ഇപ്പോൾ വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയാണ്. ഏത് 3 രാജ്യങ്ങളുടെ ത്രിരാഷ്ട്ര ജംഗ്ഷനിലാണ് ഡോക്ലാം പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ, ചൈന, ഭൂട്ടാൻ. ഇന്ത്യ, ചൈന, ഭൂട്ടാന്റെ ആ ഒരു ജംഗ്ഷനിലാണ് ഡോക്ലാം എന്ന പീഠഭൂമി. ഇതിന്റെ കൺട്രോൾ ഇന്ത്യയിലാണ്. ആ ഒരു പ്രദേശം ഒരു ടൂറിസ്റ്റ് പ്രദേശമായിരുന്നു. നിരവധി പേരാണ് ആ പ്രദേശം വന്ന് കാണാൻ വന്നിരുന്നത്. എന്നാൽ അത് താൽക്കാലികമായിട്ട്, അതായത് 8 വർഷമായിട്ട് ഇന്ത്യ നിർത്തലാക്കിയിരുന്നു. 13,700 അടി ഉയരമുള്ള ഏത് താഴ്വരയിലാണ് ഡോക്ലാം പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ചുംബി താഴ്വര. ഡോക്ലാം എന്ന പീഠഭൂമി ഇത് 13,700 അടി മുകളിലാണ്. ഈ ഒരു പീഠഭൂമി ചുംബി താഴ്വരയിലാണ്. ഇത് സിക്കിമിലുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ടൂറിസ്റ്റുകൾക്ക് അത് വിലക്കിയിരുന്നു. ഭൂട്ടാന്റെ ആ പ്രദേശത്ത് കൂടി ചൈന ഒരു റോഡ് നിർമ്മിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതിലൂടെ തന്നെ ഇന്ത്യ ചൈന സോൾജേഴ്സിന്റെ ഒരു സംഘർഷം ഉണ്ടാവുകയും ചൈന പിന്നീട് ആ പ്രദേശത്തൂടെ വരാൻ പോകുന്ന ആ റോഡ് നിർമ്മാണം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. പിന്നീട് ആ റോഡ് നിർമ്മാണം നടന്നിട്ടില്ല. ഇത് നടന്നിട്ടുള്ളത് 2017 അതിനുശേഷം ആ പ്രദേശം ഇന്ത്യ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും നിരോധിത മേഖലയാക്കി മാറ്റുകയും ടൂറിസ്റ്റുകളെ വിലക്കുകയും ചെയ്തിരുന്നു. ഡോക്ലാം മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക സംഘർഷം ഉണ്ടായത് ഏത് വർഷത്തിലാണ്? 2017. 2017 ചൈന ഭൂട്ടാന്റെ അതിർത്തിയിലൂടെ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളതും ഭൂട്ടാന്റെ സഹായത്തോടുകൂടി അത് ഇന്ത്യ നിർത്തലാക്കുകയും ആ സമയത്തുണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഡോക്ലാമിലേക്കുള്ള ടൂറിസ്റ്റുകളെ വിലക്കിയിട്ടുള്ളതും. ഇന്നിപ്പോൾ വീണ്ടും 8 വർഷത്തിന് ശേഷം അത് റീ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.